ഹായ്, അപ്പം നമ്മളിന്ന് ഒബ്രോൺ മോളിൽ പോവുക. ഒബ്രോൺ മോളിലൊരു പ്ലേ ഏരിയ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മാസമായും തോന്നുന്നു തുടങ്ങിയിട്ട്. നമ്മൾ കുറച്ച് വീക്കെൻഡ്സ് ആയി പുറത്തൊന്നും പോയിട്ടില്ല. കുഞ്ഞിനെ കൊണ്ടൊന്ന് ജസ്റ്റ് എൻ്റെ പറ്റിയൊരു പ്ലേ ഏരിയയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒബ്രോൺ മോളിലാണ് നമ്മളപ്പോൾ പോവാണ്. ഇന്ന് സൺഡേ അല്ലേ. ഇന്ന് സൺഡേ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊന്ന് പ്ലേ ഏരിയയിലൊക്കെ കളിച്ച്. ഒബ്രോൺ മോളിൽ പോയിട്ട് കുറേ വർഷമായി. ലൈക്ക് ലുലുവും സെൻട്രൽ സ്ക്വയറൊക്കെ തുടങ്ങി പിന്നെ പോയിട്ടേ ഇല്ല. അപ്പോൾ ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ബുജു അപ്പം നമ്മൾ കുറേ വർഷത്തിന് ശേഷം ലൈക്ക് 10 years കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒബ്രോൺ മോളിലെത്തി. അത്യാവശ്യം തിരക്കുണ്ട്. പണ്ട് കണ്ടതുപോലെ അല്ലാത്തൊരു ഓർമ്മയാണ് കണ്ടപ്പോൾ. ഒബ്രോൺ മോളിൽ ഇത്രയും തിരക്കുണ്ടാകുമെന്ന് അറിയില്ല. കാരണം ലാസ്റ്റ് ടൈം വന്നപ്പോൾ, വർഷങ്ങൾക്ക് മുന്നേ വന്നപ്പോൾ ആ ഒരു ലുലു ഒക്കെ തുടങ്ങിയ സമയത്ത് അത് കാരണം ഭയങ്കരമായിട്ട് റഷ് കുറഞ്ഞു തുടങ്ങിയ ഒരു സമയമായിരുന്നു. ഇന്ന് തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. എസ്പെഷ്യലി DC ബുക്സിൻ്റെ എക്സിബിഷൻ നടക്കുന്ന കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല റഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബുക്സ് നോക്കാൻ കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വെച്ച് തിരിച്ച് വരുമ്പോൾ നോക്കാം. ഞങ്ങൾ പ്ലേ ഏരിയയിൽ പോകാൻ വേണ്ടിയിട്ടാണല്ലോ മെയിൻലി വന്നത്. അത് 4th ഫ്ലോറിലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ട് ഫ്ലോർ കറങ്ങിയിട്ട് മേളിലേക്ക് പോകുമായിരുന്നു. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ നോക്കിയപ്പോൾ ഒരു ലണ്ടൻ ബസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞിന് അതിന് കയറണം, ബുജുവിന് കയറണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിൻ്റെ തന്നെ പേയ്മെൻറ്റ് ആളോട് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ബസ്സിൽ കയറുമായിരുന്നു. ഇപ്പം എന്തിലാണ് ഇരിക്കുന്നേ? ലണ്ടൻ ബസ്സാണോ? റെഡ് ബസ്സല്ലേ? നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ബസ്സിൽ പോവാം, ലണ്ടൻ ബസ്സിലല്ലേ? പക്ഷേ ഇഷ്ടപ്പെട്ടോ റൈഡ്? ഇഷ്ടപ്പെട്ടു. റൈഡ് ഇഷ്ടപ്പെട്ടു. നമ്മൾ 3 റൗണ്ട്സ് എടുക്കുക ലണ്ടൻ ബസ്സിൽ. ക്യാൻഡി ഷോപ്പ് കണ്ടിട്ട് അവിടെ ലോളിപോപ്പ് മേടിച്ചു. അത് കഴിഞ്ഞ് വേറൊരു ടോയ്ക്കകത്ത് ക്യാൻഡീസൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു ടോയ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ആളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ കറങ്ങി നടക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ലക്ഷ്യം പ്ലേ ഏരിയ ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആളെയും കൊണ്ട് ഞാൻ 4th ഫ്ലോറിൽ പോകുന്ന വഴിയാണിത്. എസ്കലേറ്റർ കയറാൻ ആൾക്ക് ഇഷ്ടമാണ്. ലിഫ്റ്റിന് പകരം നമ്മളിങ്ങനെ എസ്കലേറ്റർ കയറി പോവുമായിരുന്നു. നമ്മളിത് നടന്നു പോകുന്ന വഴിക്കുള്ള പ്ലേ ഏരിയ ടോയ്സിൻ്റെ ഷോപ്പൊക്കെ ആൾ നോക്കി വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടന്ന് 4th ഫ്ലോറിലോട്ട് പോവുക. അങ്ങനെ നമ്മൾ 4th ഫ്ലോറിലെത്തി. 4th ഫ്ലോറിലാണ് ബുജുവിൻ്റെ സിം ആൻഡ് സാംസിൻ്റെ പ്ലേ ഏരിയ. ഞാൻ സിംസ് ആൻഡ് സാംസ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ സിം ആൻഡ് സാംസ് ആണ്. അപ്പോൾ അങ്ങനെ പ്ലേ ഏരിയയിലെത്തി നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ സോക്സ് മാൻഡേറ്ററി ആണ് ഇവിടെയും. എനിക്കൊന്നും ഇപ്പോൾ എല്ലാ പ്ലേ ഏരിയയിലും സോക്സ് മാൻഡേറ്ററി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളപ്പോഴത്തേക്കും ഈ ബില്ലൊക്കെ ചെയ്ത് ഇപ്പോൾ സിംസ് ആൻഡ് സാംസിൽ കയറാൻ വേണ്ടി നിൽക്കും. ബില്ലൊക്കെ ചെയ്തു. ബുജുവിൻ്റെ ടാഗ് കിട്ടി, ബുജുവിൻ്റെ ടാഗ് കിട്ടി. ഞങ്ങളതേ സോക്സ് മേടിച്ചു. സോക്സ് മാൻഡേറ്ററിയാണ്. സോക്സ് മേടിച്ചു. അതൊക്കെ ഷൂസൊക്കെ ഊരി വെച്ചിട്ട് നമ്മൾ കയറാൻ പോവാം. ട്രാമ്പലീനിൽ കയറി കളിക്കുക. ബുജു ജമ്പ് ചെയ്യുന്ന എപ്പോഴിങ്ങനെ ഒരു കാല് പൊക്കിയിട്ടാണ്. കുഞ്ഞിലേ മുതൽ അങ്ങനെ അവൻ ചെയ്യാറില്ല ട്രാമ്പലീനിൽ പോയാലും. ഇത് കിഡ്സ് ട്രാമ്പലീനാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിഡ്സ് ക്യാപിറ്റലിൽ പോയപ്പം അത് ആക്ച്വലി അഡൽസിനും ഉള്ള ട്രാമ്പലീനായിരുന്നു. അപ്പം ഞാനും കയറാറുണ്ട്. കിഡ്സ് ട്രാമ്പലീനിൽ എഴുതിയിട്ടുള്ളതുകൊണ്ട് വെറുതെ റിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബോൾ പൂളിനകത്ത് നമുക്ക് കൂടെ കയറാൻ പറ്റില്ല. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അഡൽട്സ് അലൗഡ് അല്ല. ഇന്ന് മിക്ക പ്ലേ ഏരിയാസിലും ഇപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള എക്സെപ്ഷൻ കിഡ്സ് ക്യാപിറ്റലിലാണ്. കിഡ്സ് ക്യാപിറ്റലിൽ പക്ഷേ നമുക്ക് കൂടെ ബോൾ പൂളിൽ കുഞ്ഞുങ്ങളുടെ കൂടെ കയറി കളിക്കാൻ പറ്റും.
അതേ സ്പീഡിൽ വന്ന ആളാണ്. അപ്പം എന്താവുമോ? ബുജു അവിടെ സ്ലൈഡ് ഉണ്ട്, കയറിക്കോ. അവിടെ സ്ലൈഡ് ഉണ്ട് ബുജു, സ്ലൈഡ്. എന്താ സ്ലൈഡ് കാണുന്നില്ല ബുജു? അങ്ങോട്ട് നോക്കിക്കേ ബുജു, പോകുമ്പോ റൈറ്റ് സൈഡിൽ നോക്കിക്കേ. നേരെ നടന്നു പോയിട്ട് റൈറ്റ് സൈഡിൽ, റൈറ്റ് സൈഡ്. അപ്പോൾ ഒരാളെ സ്ലൈഡിലേക്കുള്ള വഴിയിൽ കയറ്റിയൊക്കെ വിട്ടിട്ടുണ്ട്. ദേ കയറി പോവാണ്. ഇനി ഇറങ്ങുന്നത് ബോൾ പൂളിൻ്റെ സൈഡിലേക്കാണ്. അപ്പം ഞാൻ പിന്നെ ഓടിപ്പോയി ബോൾ പൂളിൻ്റെ അവിടേക്ക് ഇറങ്ങുന്ന കാണാനായിട്ട്. അപ്പോൾ ഈ ബോൾ പൂളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് അവിടെ ഇരിപ്പുണ്ട് സേഫായിട്ട്. ബുജു വെച്ച പ്ലേ ഇതാണോ? ബിൽഡർ ബ്ലോക്സ് ആണോ? ഒരെണ്ണം കൂടി അറേഞ്ച് ചെയ്യാവോ? ഒരു ബിൽഡിങ്ങും കൂടെ വെക്കാവോ? എന്ത് മേടിച്ചരാന്നാ മമ്മു പറഞ്ഞത്? ഓറഞ്ച് ജ്യൂസ് മേടിച്ചരാന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുവാ. ബുജുന് ഇഷ്ടപ്പെട്ടോ ഇവിടെ? കളിച്ചതിന് ക്ഷീണമൊക്കെ മാറ്റി റീചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയത് ഫുഡ് സർക്കിളിലേക്കായിരുന്നു. അവിടെ കുറച്ച് സ്റ്റോൾസൊക്കെ കറങ്ങി നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീമും പിന്നെ മൊമോസായിരുന്നു. ആൾക്ക് ബുജുവിന് ഓറഞ്ച് ജ്യൂസ് മതി എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചാൽ പറഞ്ഞെങ്കിലും ലാസ്റ്റ് അവസാനം ഓറഞ്ച് ജ്യൂസ് മേടിച്ച് കൊടുക്കേണ്ടി വന്നു എന്നുള്ള വേറെ കാര്യം. അത് ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രൂട്ട് സാലഡ് പറഞ്ഞ് അവിടെ ജ്യൂസ് എന്ന് പറഞ്ഞത് ആ സ്റ്റാളിൽ നിന്നായിരുന്നു. ആൻഡ് മോമോ ആൻഡ് മീ എന്നായിരുന്നു മൊമോസ് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്രൂട്ട് സാലഡ് വന്നിട്ട് അതിൽ ഫ്രൂട്ട്സൊക്കെ കഴിച്ചത് ഞാൻ തന്നെ ആയിരുന്നു. ഐസ്ക്രീം മാത്രമാണ് ആൾ കഴിച്ചത്. മൊമോസ് ഫുൾ ഞാൻ തന്നെ കഴിച്ചു, ആൾ കഴിച്ചതേ ഇല്ല. ബട്ട് ഇത്രേ ഉള്ളൂ കളേഴ്സ്, അകത്തോട്ട് കളേഴ്സ് ഇല്ല. നമ്മുടെ തന്നില്ലല്ലോ. അതിന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു ഫൺ സ്കൂളിൽ കയറിയത്. ടോയ് ഷോപ്പാണ്, നോക്കി വെച്ച ടോയ് ഷോപ്പ് തന്നെയായിരുന്നു. ആദ്യം കണ്ട ജീപ്പ് തന്നെ ബുജുവിന് ലാസ്റ്റും ഇഷ്ടമായി. ആ ജീപ്പ് തന്നെ സെലക്ട് ചെയ്ത ആൾ തന്നെ ബാഗും പിടിച്ച് നിൽക്കുക. കവർ കയറുന്ന ഒരാളുടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലയൻസിലൊരു ഫുഡ് വെയർ മേടിക്കാൻ വന്നതായിരുന്നു. എനിക്ക് വലിയ കാര്യമായിട്ട് സെലക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. എനിക്ക് എന്തായാലും ഒരെണ്ണം അത്യാവശ്യമായിരുന്നു. അപ്പം ഞാനത് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഒരുവിധം പിടിച്ചിരുത്തിയിട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പൊക്കെ എടുത്ത് ആ കവറിൽ ഒരു ടോയ് ഇട്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമായിരുന്നു. ബുജി ടോയ് അപ്പിളാണ് എനിക്ക് തന്നത് പിടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് താഴേക്ക്. അപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിൽ DC ബുക്സിന് അവിടെ റഷൊന്നും കുറഞ്ഞിട്ടില്ലായിരുന്നു. അതിന് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോൾ അവിടെ റിമോട്ട് കൺട്രോൾ ജീപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ കയറി ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ആൾ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്നൊരു സ്വീറ്റ് ഷോപ്പിലൊക്കെ പോയി സ്വീറ്റ് മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇറങ്ങിയത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബുജിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബൈ പറഞ്ഞ് പോവാം. എവിടുന്നാ ബൈ പറയുന്നത്? എവിടുന്നാ? ഒബ്രോൺ മോളിൽ നിന്ന്. അപ്പോൾ ശരി, ബൈ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടേക്ക് കെയർ.